ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് കടല മിക്സിയിൽ കറക്കി എടുത്ത് 2 മിനിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഒരു കപ്പ് കടലാണ് ആവശ്യമായിട്ടുള്ളത്. അത് ഞാൻ 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. കുക്ക് ചെയ്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ കുതിർന്ന് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി മാത്രം ചേർത്ത് കൊടുത്താലും മതി. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് വലിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ ചേർക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തത്. ഓവറായിട്ട് അരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തൊന്ന് എടുത്താൽ മതി കേട്ടോ. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പീസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവറൊന്നും ചേർക്കണ്ട. അതുപോലെ ഞാൻ ഇവിടെ കുറച്ച് മല്ലിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊരു കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഞാനൊരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർ അതും കൂടി ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കടല മിക്സ് ചെയ്യുമ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ 2 ടേബിൾ സ്പൂൺ അളവിലാണെങ്കിലും കുഴപ്പമില്ല, അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പൊടി തന്നെയാണ്. അപ്പോൾ ഇത് ചേർക്കാതെ നമുക്ക് ചെയ്യാം. ഇതും കൂടി ചേർത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ് ആയിട്ട് കിട്ടും, നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നന്നാവുക. ഇനി അല്ലാതെ ചെയ്തെടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കാൻ കഴിഞ്ഞാൽ മതി കേട്ടോ. അത് കുഴച്ചെടുക്കുമ്പോൾ നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഞാൻ ഇവിടെ ഒരു വടൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുതാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടി നല്ലതായിരിക്കും. നമുക്ക് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ബാച്ചായിട്ട് ഫുള്ള് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മളെ ക്രിസ്പി പരിപ്പ് വടനേക്കാളും ടേസ്റ്റുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കിറ്റിലൊക്കെ ഒരുപാട് കടല വീട്ടിലിരിപ്പുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.